ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. സ്വർഗരാജനിരൂപണമെൻ ഹൃദയവാഞ്ചയാ ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. സ്വർഗരാജനിരൂപണമെൻ ഹൃദയവാഞ്ചയാ ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. രക്ഷിതാവു രാജാവായി ദിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. രക്ഷിതാവു രാജാവായി ദിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തിരത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തിരത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുവൻ വാഗ്ദത്ത നാടതിൽ എന്നാത്മാവെന്നു വീഴിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുവൻ വാഗ്ദത്ത നാടതിൽ എന്നാത്മാവെന്നു വീഴിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. അങ്ങോ എന്നേ
വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ഒരവസരം കൂടി തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ എന്ന്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. അത് വെറുതെയുള്ളൊരു വിശ്വാസമല്ല, ഒരു വ്യക്തിയോടുള്ള ആഴമായ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആ സമ്പൂർണമായ വിശ്വാസം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? ദൈവം ഉണ്ട് എന്നും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതാണ് നാം വിശ്വസിക്കേണ്ടത്. നാം വന്നു ചേർന്നിരിക്കുന്നത് ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ, ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ യേശുവിൻ്റെ പാദപീഠത്തിലാണ്. ആ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഹൃദയം സമ്പൂർണമായി സമർപ്പിച്ച് കർത്താവിനോട് ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ ആവശ്യങ്ങളുടെയും മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ജീവിക്കുന്നു. നാം ഈ ഭൂമിയിലെ പല കാര്യങ്ങളും നാം ആവശ്യപ്പെടാറുണ്ട് കർത്താവിനോട്. എന്നാൽ നമുക്കറിയാം, നമുക്ക് ഏറ്റവും നല്ലത് ഏത് എന്ന് കർത്താവ് അറിയുന്നു. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സമർപ്പണങ്ങളും, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിൻ്റെ നാമം ഏത് കാര്യത്തിൽ എങ്ങനെയെല്ലാം മഹത്വമെടുക്കുമോ അത് മതി കർത്താവേ എന്ന് നാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ച, കർത്താവിലുള്ള ആ വിശ്വാസ നിമിത്തം അനുഭവങ്ങൾ പ്രാപിച്ച പലരെയും നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. അല്പസമയത്തേക്ക് നമുക്ക് രണ്ടുപേരുടെ കാര്യം ചിന്തിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലും ഒരു കുരുടനെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് താൻ യെരുശലേമിലേക്ക് പോവുകയാണ് എന്നും തനിക്ക് നേരിടാൻ പോകുന്ന ക്രൂശ് മരണത്തെക്കുറിച്ചും മഹാപുരോഹിതന്മാരും പരീശന്മാരും എല്ലാം ജാതികളുടെ ഇടയിൽ തന്നെ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ തന്നെ ക്രൂശിക്കുമെന്നും താൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുമുള്ള കാര്യങ്ങളെല്ലാം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നാൽ അവർക്കതൊന്നും മനസ്സിലായില്ല. എങ്കിലും അവനോട് ചേർന്ന് നടന്നു. ആ യേശുക്രിസ്തു യെറീഹോയിലേക്ക് പോകുമ്പോൾ, ആ യെറീഹോയിൽ കൂടെ കടന്ന് യെരുശലേമിലേക്ക് കടന്നു പോവുകയാണ്. ആ യെറീഹോയിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു പുരുഷാരം, തൻ്റെ ശിഷ്യന്മാർ മാത്രമല്ല, വലിയൊരു പുരുഷാരം അവനെ അനുഗമിക്കുന്നുണ്ട്. ഒരു സമ്മിശ്രമായ പുരുഷാരം. അവരുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാം പലരുടെയും പല രീതിയിലാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, അവർ പലരും യേശുവേ യേശുവേ എന്നെല്ലാം പറയുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്നാൽ അതൊന്നും യേശുവിനെ പിടിച്ചു നിർത്തുന്നത് ഒന്നും ആയിരുന്നില്ല. ആ യെറീഹോയുടെ തെരുവീതിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു കുരുടനെ നാം കാണുകയാണ്. ആ കുരുടൻ വഴിയരികെ ഇരന്നുകൊണ്ടിരിക്കുകയാണ്. അവനൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം അവൻ കേൾക്കുന്നുണ്ട്. അവൻ കേൾക്കുന്ന ശബ്ദകോലാഹലങ്ങൾ എന്താണ് എന്ന് അവൻ അടുത്ത് നിന്നിരുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന്. ആ നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് ആ കേട്ട മാത്രയിൽ തന്നെ അവൻ ഉറക്കെ പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 47-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവൻ ഉറക്കെ നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ
അവൻ സ്വന്തത്തിലേക്ക് യഹൂദന്മാരെ രക്ഷിപ്പാൻ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ തിരഞ്ഞാണ് വരുന്നതെന്ന് നാം വചനത്തിൽ വായിക്കുന്നു. കർത്താവ് അങ്ങനെ പറയുന്നുണ്ട്. ആ യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നു, പക്ഷേ യഹൂദന്മാർ അവനെ അംഗീകരിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം അവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയത്? അവൻ വിചാരിച്ചിരുന്നു യഹൂദന്മാർ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് ആ യേശുക്രിസ്തു ഇത്രയും എളിമയോടെ ഒരു സാധാരണ മനുഷ്യനായി മുക്കോരോടും ചുങ്കക്കാരോടും കൂടെയെല്ലാം നടക്കുന്നത് അവർക്കത് ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിഞ്ഞില്ല. അവരുടെ ചിന്തയിൽ യേശുക്രിസ്തു ഒരു രാജാവായി ജനിക്കുന്നവനാണ്, ആ അധികാരത്തോടെ വരുന്നവനാണ്. കാരണം അവർ വിളിക്കുന്ന യഹോവയായ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് വിളിക്കപ്പെടുമ്പോൾ അവൻ്റെ പുത്രൻ വെറും ഒരു സാധാരണ മനുഷ്യനെപ്പോലെ വരുന്നത് യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ യേശുവിനെ അവർ കൈക്കൊണ്ടില്ല. എന്നാൽ ഈ കുരുടൻ, നാം അവിടെ വായിക്കുന്നുണ്ട്, തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ വഴിയരികിൽ ഇരുന്നുകൊണ്ടിരുന്നിരുന്നു എന്ന്. ഈ കുരുടൻ യേശുവാണ് കടന്നു പോകുന്നത് എന്ന് കേട്ട മാത്രയിൽ തന്നെ അവൻ വിളിച്ചു പറയുകയാണ്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. എവിടെയെല്ലാം യഹൂദൻ ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ യേശു അവിടെ നിൽക്കുകയാണ്. ആദ്യം നാം ചിന്തിച്ചതുപോലെ തന്നെ അനേകം പുരുഷാരം കൂടെ നടക്കുമ്പോൾ പലരും യേശുവേ എന്ന് വിളിക്കുന്നുണ്ടാകാം. എന്നാൽ യേശുവിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ പിടിച്ചു നിർത്താൻ തക്കവണ്ണമുള്ള ആ ഒരു ശക്തി ആ വിളിക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കുരുടൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്ന്. ആ വിളിയിങ്കൽ അവൻ വെളിപ്പെടുത്തുന്നത്, അവൻ പ്രഖ്യാപിക്കുന്നത് അവൻ്റെ വിശ്വാസത്തെയാണ്. യേശുക്രിസ്തു എൻ്റെ അഭിഷിക്തനാണ്, എനിക്ക് വേണ്ടി അയക്കപ്പെട്ട, ദൈവത്താൽ അയക്കപ്പെട്ട മശിഹായാണ് അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ഈ യേശുവിന് അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഏത് കാര്യമാണ് എങ്കിലും അത് സാധിക്കുമെന്ന് ഈ കുരുടൻ വിശ്വസിച്ചു. അവൻ എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിച്ചു. അവൻ എന്നെ യഥാസ്ഥാനപ്പെടുത്താൻ വന്ന ദൈവമാണ് എന്ന്, എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ, എൻ്റെ ഭാവി എങ്ങനെയായി തീരണമെന്ന് പൂർണ്ണ ഉത്തരവാദിത്തമുള്ളവനാണ് ഈ യേശു എന്ന് ആ ഒരു വിശ്വാസം ഈ കുരുടൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ നിലവിളിച്ചത്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. നമുക്കറിയാം, കൂടെയുണ്ടായിരുന്നവരെല്ലാം അവനെ ശാസിച്ചു, മിണ്ടാതിരിപ്പാൻ പറഞ്ഞു. എന്നാൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ മിണ്ടാതിരിക്കുകയല്ല ചെയ്ത്. അവൻ സാഹചര്യങ്ങളിലേക്ക് നോക്കിയില്ല, മറ്റുള്ളവർ എന്ത് പറയുമെന്ന് അവൻ ചിന്തിച്ചില്ല. അവൻ വീണ്ടും അധികം നിലവിളിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. മറ്റുള്ളവർ അവനെ ശാസിച്ചപ്പോൾ, മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ മിണ്ടാതിരിക്കുകയല്ല ചെയ്ത്, അവൻ അധികം നിലവിളിച്ചു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തന്നെ ആ നിലവിളി പുറത്തേക്ക് വന്നപ്പോൾ അത് യേശുക്രിസ്തുവിനെ പിടിച്ചു നിർത്തുന്നതായിരുന്നു. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ആഴത്തിൽ പതിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന എല്ലാ വീഴ്ചകളും താഴ്ചകളും കുറവുകളുമുള്ള എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ യേശു മതിയായവനാണെന്ന്, അവന് അതിന് സാധിക്കുമെന്ന്, അവനതിന് അധികാരമുണ്ട് എന്ന്, എൻ്റെ ജീവിതം ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന് കൊടുക്കുകയാണ്, എൻ്റെ സാഹചര്യങ്ങളോ എനിക്ക് ചുറ്റുപാടുമുള്ളവരോ ഇതിനൊന്നും തടസ്സമല്ല എന്ന ആ പൂർണ്ണ നിശ്ചയത്തോടുകൂടി ആരെല്ലാം യേശുക്രിസ്തുവിനെ വിളിക്കുന്നുവോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, നീ എൻ്റെ മശിഹായാണ് കർത്താവേ, നീ എനിക്ക് വേണ്ടി അയക്കപ്പെട്ടവനാണ് കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ മതിയായവനാണ് കർത്താവേ എന്ന് ആ പൂർണ്ണ വിശ്വാസത്തോടെ ആരെല്ലാം ഏതെല്ലാം സാഹചര്യത്തിൽ ഈ ഭൂമിയുടെ കോണിൽ ഏത് കോണിലിരുന്നാണ് എങ്കിലും വിളിച്ചാൽ അവിടെ ദൈവം നിൽക്കും. കർത്താവായ യേശുക്രിസ്തു അവിടെ ഇറങ്ങി വരും. ഇവിടെ ഈ തിമായിയുടെ മകനായ ബർത്തിമായി വിളിക്കുമ്പോൾ അവൻ ഏറ്റവും അധികം നിലവിളിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ അന്ന് 49 വാക്യത്തിൽ നാം വായിക്കുന്നു, അപ്പോൾ യേശു നിന്നു. യേശു ആ പുരുഷാരത്തോടു കൂടെ ഈ യെരുശലേമിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഈ സംഭവം. അത്രയും പേർ കൂടെ നടക്കുമ്പോഴും ഈ ഒരു വ്യക്തിയുടെ വിളിയെങ്കിൽ യേശു നിന്നു. മുമ്പോട്ടുള്ള പോക്ക് നിർത്തി അവൻ നിന്നു. കൂടെയുള്ളവരോട് അവൻ പറയുകയാണ്, അവനെ വിളിക്കുക എന്ന്. ആ കൂടെയുള്ളവർ ഈ തിമായിയുടെ മകനായ ബർത്തിമായിയെ വിളിച്ചു. കുരുടനായവനെ വിളിച്ച് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. നാം അവിടെ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, 50 വാക്യം. അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവനൊരു പുതപ്പുകൊണ്ട് തന്നെത്താൻ മൂടി ആ വഴിയരികിൽ ഇരുന്നുകൊണ്ടിരുന്നവനാണ്. എന്നാൽ യേശു തന്നെ വിളിക്കുന്നു എന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ
അവൻ ആ പുതപ്പ് ഇട്ട് കളഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാനായി. അതുവരെയുള്ള അവൻ ചേർത്ത് പിടിച്ചിരുന്ന എല്ലാ സാഹചര്യങ്ങളും, അവൻ തൻ്റെ കുറവുകളെ മറച്ചു പിടിച്ചിരുന്ന എല്ലാ സാഹചര്യങ്ങളും, തൻ്റെ പാപാവസ്ഥകളോ തൻ്റെ കുറവുകളോ തൻ്റെ പോരായ്മകളോ മറ്റുള്ളവർ കാണാതെ മറച്ചു പിടിച്ചിരുന്ന സകലതും ഉപേക്ഷിച്ച് അവൻ അതെല്ലാം ഇട്ട് കളഞ്ഞിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഹൃദയം എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടാകാം, എത്രത്തോളം വിറയ്ക്കുന്നുണ്ടാകാം. താൻ വിളിച്ച ദൈവം, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചപ്പോൾ, ആ എൻ്റെ അഭിഷിക്തനായ എൻ്റെ മശിഹായവൻ്റെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്ന ആ സത്യസുബോധം അവൻ്റെ പുറമേയുള്ള കണ്ണ് തുറന്നിട്ടില്ല എങ്കിലും അവൻ്റെ അകക്കണ്ണുകൊണ്ട് അവൻ കർത്താവിനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കർത്താവ് അവനോട് സ്നേഹത്തോടെ ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന്. നാം അതിൻ്റെ 52-ാം വാക്യം വായിക്കുന്നു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്. അവൻ താഴ്മയോടെ വിറയലോടെ പറഞ്ഞു, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ്റെ കുറവ് ഏറ്റുപറയുകയാണ്. ഞാൻ ഇന്ന് വരെയും ഒന്നും കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എന്ത് കാണാനാണ് അവൻ്റെ ഹൃദയം വെമ്പുന്നത്? അവൻ്റെ സൃഷ്ടാവിനെ കാണാൻ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ആ കണ്ണ് തുറന്ന് ആ ദാവീദ് പുത്രനെ കാണാൻ. ആ ദാവീദ് പുത്രൻ വന്നാൽ, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ അടഞ്ഞിരിക്കുന്നതെല്ലാം തുറന്നു വരും. എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടും. എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ, എൻ്റെ കുറവുകളെല്ലാം മാറ്റാൻ ശക്തനായവൻ, അധികാരമുള്ളവനാണ് ഈ മശിഹ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം. അവൻ്റെ വിശ്വാസം കർത്താവ് കണ്ടു. തന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരുവൻ ഈ ഭൂമിയുടെ കോണിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവനെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നവനല്ല യേശു. അവനെ ഒരിക്കലും അവോയ്ഡ് ചെയ്യുകയില്ല. അവൻ്റെ നിലവിളിയെങ്കിൽ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നുള്ള നിലവിളി, ആ വിളി യേശുവിനെ പിടിച്ചു നിർത്തുന്നതാണ്. പ്രിയമുള്ളവരെ, നാം നാളുകളായി വചനം കേൾക്കുന്നവരാണ്, നാം മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം എത്രത്തോളമുണ്ട്? ഞാൻ എൻ്റെ സാഹചര്യത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളിൽ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ രോഗാവസ്ഥകളിൽ എല്ലാം ഞാൻ മനസ്സ് വിഷമിച്ച് ഈ ഭൂമിയിലെ ഒരു മനുഷ്യനോടും പറയാൻ പറ്റാത്ത ചില വേദനാ വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, അല്ല പറഞ്ഞിട്ട് പ്രയോജനമില്ലാത്ത ചില സാഹചര്യങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, ഞാൻ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ, മുട്ടിന്മേലിരുന്ന് വിളിച്ച്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചാൽ യേശു വരുമോ? അത്രയ്ക്കുള്ള വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ അടുക്കൽ പിടിച്ചു നിർത്താനുള്ള ആ ഒരു വിശ്വാസം നമ്മിലുണ്ടോ? നാം ഓരോ വചന ശുശ്രൂഷയിൽ ഇരിക്കുമ്പോഴും നാം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ആ യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ പിടിച്ചു നിർത്താൻ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പിടിച്ചു നിർത്താൻ, ഞാൻ ഇടപെടുന്ന ഓരോ സാഹചര്യങ്ങളിലും യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നാം വന്നിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തു അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വന്നപ്പോൾ, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ പറഞ്ഞപ്പോൾ, കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. ആ ക്ഷണത്തിൽ തന്നെ അവൻ കാഴ്ച പ്രാപിക്കുകയാണ്. അവൻ്റെ രക്ഷകനെ, അവൻ്റെ നാഥനെ, അവൻ്റെ സൃഷ്ടാവിനെ അവൻ കണ്ടു. അതുവരെയും അവനായിരുന്ന ആ സാഹചര്യങ്ങളെല്ലാം മാറി. വിശ്വാസം വന്നു കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്നതാണ് രക്ഷ. ആ രക്ഷ നാം ലഭിച്ചു കഴിഞ്ഞ് നാം രക്ഷകനെ കാണുന്നു, രക്ഷ ലഭിക്കുന്നു. പിന്നെ അതുവരെയും നടന്ന വഴിയിലൂടെ അല്ല നാം നടക്കുന്നത്. ഇവിടെ നാം കാണുന്നത് ആ കുരുടൻ യേശുവിനെ അനുഗമിച്ചു. അവൻ യേശുവിനെ അനുഗമിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. അവനെ കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വെറുതെ അനുഗമിക്കുകയല്ല, ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ടാണ്. അവൻ്റെ നാവിൽ സ്തുതി വന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറി. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കാണേണ്ടവനെ കണ്ടു, അടുക്കൽ വരേണ്ടവൻ്റെ അടുക്കൽ അവൻ വന്നു, അവനിൽ നിന്ന് പ്രാപിക്കേണ്ടത് പ്രാപിച്ചു. അവൻ്റെ ആത്മാവിന് രക്ഷ കിട്ടി, അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രക്ഷകനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ
ആ രക്ഷകൻ്റെ രാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണമുള്ള ഒരു ഭാഗ്യം. അതിന് ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൻ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുകയാണ്. അത് കണ്ട ജനമൊക്കെയും എല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. നാം വചനം കേട്ടു, മാനസാന്തരപ്പെട്ടു. നമ്മുടെ ജീവിതം കണ്ടിട്ട് ദൈവനാമം മഹത്വമെടുക്കുവാനും മറ്റുള്ളവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ആയി തീർന്നിട്ടുണ്ടോ? കർത്താവിന് മഹത്വം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇവിടെയും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ആ തെരുവീഥിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പുറജാതിക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരികയാണ്. യഹൂദന്മാർ പുറജാതികളെ ഒരു നായ എന്ന പോലെയാണ് കാണുന്നത്. അവർക്ക് യാതൊരു വിലയുമില്ല. യഹൂദൻ്റെ അടുക്കൽ വരാനോ അവനുമായി സംസർഗത്തിനോ ഒന്നും ഈ പുറജാതികൾക്ക് യാതൊരു സാഹചര്യമോ സാധ്യതകളോ ഇല്ലാത്ത കാലം. ആ സമയത്താണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വന്ന് തകർന്ന ഹൃദയത്തോടെ അവൾ പ്രാർത്ഥിച്ച് പറയുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നുവെന്ന്. അവൾക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഈ ബർത്തിമായ്ക്കുണ്ടായിരുന്ന പോലെ തന്നെ ഈ യേശു ദാവീദ് പുത്രനാണ് എന്ന്. അവൻ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ, അവൻ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുവാൻ, അവന് രക്ഷ കൊടുക്കുവാൻ എല്ലാം മതിയായവനാണ് യേശു എന്നുള്ളൊരു വിശ്വാസം. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, അതിന് പോക്കുവഴിയുണ്ട്. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ആർക്കും അതിന് സാധിക്കുകയില്ല, വൈദ്യശാസ്ത്രത്തിന് സാധിക്കുകയില്ല. ഒരുപക്ഷെ ആ സ്ത്രീ തൻ്റെ മകളുടെ ഭൂതോദ്രവത്തിന് ആ നാട്ടിൽ അന്നുണ്ടായിരുന്ന എല്ലാ ചികിത്സാവിധികളും അനേകം കാര്യങ്ങൾ ചെയ്തതാകാം, അനേകം നേർച്ച കാഴ്ചകൾ അർപ്പിച്ചതാകാം. എന്നാൽ അവൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. തൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമാകുന്നതല്ലാതെ ഒരു കുറവും ഉണ്ടായില്ല. അപ്പോഴായിരിക്കും അവൾ ഈ യേശുവിനെക്കുറിച്ച് കേട്ടത്. യേശുവിനെക്കുറിച്ച് കേട്ട മാത്രയിൽ അവളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം കടന്നു വരികയാണ്. എൻ്റെ ഈ പ്രശ്നവുമായി, എൻ്റെ മകൾക്ക് ഭൂതോദ്രവമാണ്, അവൾക്ക് സുബോധമില്ല, അവൾക്ക് അറിയില്ല യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ യേശു രക്ഷകനാണെന്നോ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ ഒരു മാറ്റം വരുമെന്നോ ഒന്നും ഒരുപക്ഷെ ഈ മകൾക്കറിയില്ല. എന്നാൽ ഈ അമ്മയ്ക്കതറിയാം. യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ ഇതിന് പരിഹാരമുണ്ട്. എൻ്റെ മകളുടെ ഭാവി വ്യത്യാസം വരും, എൻ്റെ മകൾക്ക് സൗഖ്യം വരും, ഈ ഭൂതോദ്രവം മാറിപ്പോകും. അതിന് യേശുവിൻ്റെ അടുക്കൽ തന്നെയാണ് വരേണ്ടത്. യേശുക്രിസ്തു വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് നാം യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അവൾക്കത് അറിയാമായിരുന്നോ? എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അവളുടെ ഹൃദയത്തിൽ ഞാനിങ്ങനെ വിചാരിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിനെക്കുറിച്ച് കേട്ട മാത്രയിൽ തന്നെ അവളുടെ ഹൃദയത്തിൽ ആ വിശ്വാസത്തിൻ്റെ വിത്ത് ഇട്ടു എന്ന്. അതുകൊണ്ടാണ് അവൾ വിചാരിച്ചത്, ഈ ദാവീദ് പുത്രനെ കണ്ടാൽ എൻ്റെ മകളുടെ ഭൂതോദ്രവത്തിന് മാറ്റമുണ്ടാകുമെന്ന്. അവൾ നിലവിളിച്ചുകൊണ്ട് വന്നു, ദാവീദ് പുത്ര, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന്. എന്നാൽ അവിടെ യേശു ഒന്നും പറയുന്നില്ല, അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. അത് കേട്ട മാത്രയിൽ ഞാൻ വന്ന് നിൻ്റെ മകളെ സൗഖ്യമാക്കാമെന്നോ ഒന്നും യേശു മിണ്ടിയില്ല. യേശു മിണ്ടാതെ മുമ്പോട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി യേശുവിനോട് പറയുകയാണ്, യേശുവേ, അവൾ നമ്മുടെ പിന്നാലെ വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന്. അപ്പോൾ ആ ശിഷ്യന്മാരോട് യേശു പറയുന്നതാണ് നാം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. ആ ഉത്തരം കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും നിരാശ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എനിക്ക് ഇപ്പോൾ ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിനൊരു പരിഹാരം വരാൻ പോകുന്നില്ല, യേശു ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നെല്ലാമുള്ളൊരു ചിന്ത. എന്നാൽ ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചാണ് അവളോട് പറയുന്നത്. ഒരുപക്ഷെ അവൾക്ക് ചിന്തിക്കാം, ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഞാൻ ഇത്രത്തോളം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, എൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ, ഇവരുടെ എല്ലാം മുമ്പിൽ ഞാൻ നാണം കെട്ടവളായി പോയല്ലോ എന്നെല്ലാമുള്ള ചിന്ത അവളുടെ ഹൃദയത്തിൽ വന്നുവോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഞാൻ എൻ്റെ നിലയിൽ ഞാൻ ചിന്തിച്ചു, ഒരു പക്ഷേ ഞാനായിരുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിക്കാമായിരുന്നു, അങ്ങനത്തെ ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നേക്കാമായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അവഗണിക്കപ്പെട്ടല്ലോ, തഴയപ്പെട്ടല്ലോ,
ഞാൻ അപേക്ഷിച്ചിട്ട് കേട്ടില്ലല്ലോ, ഞാൻ എത്ര നാളായി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിൽ അതുപോലുള്ള വിഷയങ്ങളുണ്ടോ പ്രിയമുള്ളവരെ? അനേക നാളുകളായി കരഞ്ഞ് ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയുമില്ലാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്നാൽ ഈ സാഹചര്യങ്ങളൊന്നും ഈ സ്ത്രീയെ തളർത്തി കളഞ്ഞില്ല. അവൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന ആ നിരാശാജനകമായ വാക്ക് കേട്ടിട്ട് പോലും അവളുടെ ഹൃദയം തളർന്നില്ല. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് അവൾ അങ്ങ് വീണു. ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണമേ. എല്ലാ സഹായവും മറ്റുള്ള നിലവിളി. വേറെ പ്രതീക്ഷയൊന്നുമില്ല, വേറെ പോകാനൊരിടമില്ല. നീയല്ലാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ല. നിനക്ക് മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ. പിശാചിൻ്റെ മേൽ അധികാരമുള്ളവനാണ് നീ. എൻ്റെ മകളുടെ ഭൂതോദരവത്തെ മാറ്റാൻ നിനക്ക് കഴിയും എന്നുള്ള ആ വിശ്വാസം അവൾ അവിടെ തെളിയിക്കുകയായിരുന്നു. വിടാതെ പിന്തുടരുന്ന ആ ഒരു അനുസരണത്തിൻ്റെ വഴി. അപ്പോഴും യേശുവിൻ്റെ മുഖത്തുനിന്ന് വന്നത് നിരാശയുടെ വാക്കുകളാണ്. 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവളോട് പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന്. ആ കനാന്യ സ്ത്രീ അവൾ ഒട്ടും മടിച്ചില്ല. അപ്പോൾ തന്നെ അവൾ മറുപടി പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ വിശ്വാസത്തിൻ്റെ ആഴം അവൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്. പിന്മാറാൻ മനസ്സില്ലാത്ത അവളുടെ ആ മനോഭാവം അവൾ തെളിവാക്കുകയാണ്. കാരണം അവൾക്കറിയാം, അന്നാളുകളിൽ ആ യഹൂദന്മാരുടെ, ധനാഢ്യരായ യഹൂദന്മാരുടെ ഭവനത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവർക്ക്, ഇപ്പോൾ നമുക്കറിയാം, നാം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് എവിടെയെങ്കിലും ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് തുടച്ചു കളയാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അന്നാളുകളിൽ ഞാനിങ്ങനെ വായിച്ചു, ധനാഢ്യരായ യഹൂദന്മാരുടെ ഭവനത്തിലെല്ലാം ചെറിയ ഒരു ബോള് പോലെ ബ്രെഡ് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടാകുമെന്ന്. ബ്രെഡിൻ്റെ ബോളുകൾ അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടാകും. ഇവരുടെ മുഖം തുടയ്ക്കാൻ ആ ചുണ്ടുകളൊക്കെ ഭക്ഷണത്തിൻ്റെ ശകലങ്ങളായി കഴിഞ്ഞാൽ തുടച്ചു മാറ്റുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തുടച്ചിട്ട് അവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടാകും, അതിലവർ നിക്ഷേപിക്കും. ഈ ഭക്ഷണമെല്ലാം കഴിഞ്ഞ ശേഷം സെർവൻസ് വന്ന് അവിടെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്രെഡിൻ്റെ ആ തുടച്ചിട്ട ആ വേസ്റ്റ് സാധനങ്ങളെല്ലാം പുറത്ത് തെരുവിൽ കൊണ്ടുവന്ന് കളയും. ഇതെല്ലാം തെരുവ് നായ്ക്കൾ വന്ന് തിന്നുന്നത്. ഇതെല്ലാം അവൾ കണ്ടിട്ടുണ്ട്. ഇവൾ അതുകൊണ്ട് പറയുകയാണ്, യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികൾ വിശപ്പടക്കുന്നുണ്ടല്ലോ എന്ന്. അവളുടെ വിശ്വാസം അവിടെ തെളിയിച്ചു. ഈ യേശു ക്രിസ്തുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കാനുള്ള ആഴത്തിലുള്ള വിശ്വാസം അവൾക്കുണ്ട് എന്ന് അവൾ അവിടെ തെളിയിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. യേശു ഉടനെ അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ആ അമ്മയുടെ വിശ്വാസം തൻ്റെ തലമുറയെ ബാധിച്ചിരുന്ന ആ ഭൂതോദരവത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ തലമുറയെ വിടുവിക്കാൻ തക്കവണ്ണം ഒരു വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അമ്മ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അനേക സാഹചര്യങ്ങൾ, നിരാശയുടെ സാഹചര്യങ്ങൾ വന്നപ്പോഴും അവൾ പിന്മാറിയില്ല. തൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് യേശുവിനെ പിന്തുടർന്നു. യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് കരുണയുടെ കരം നമ്മുടെ അടുക്കിലേക്ക് നീങ്ങണമെങ്കിൽ 1, ഒരു വിശ്വാസം വേണം. 2, സമ്പൂർണമായ നിലനിൽക്കുന്ന ഒരു അനുസരണം വേണം. 3, സമ്പൂർണമായ സമർപ്പണം വേണം. ഈ സമ്പൂർണമായ സമർപ്പണവും ഇടവിടാതെയുള്ള ആ നിരന്തരമായ അനുസരണവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ഒരു വ്യക്തിയിലുണ്ട് എന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ആ രക്ഷകനിൽ നിന്ന് രക്ഷ നമ്മിലേക്ക് ഒഴുകുകയാണ്. ഇന്നും നാം ആ ക്രൂശിൻ്റെ ചുവട്ടിലാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ, ആ കുരിശിൽ കൂടി കഷ്ടതയിലൂടെ കടന്നുപോയി, ആ ക്രൂശീകരണത്തിലൂടെ മനുഷ്യനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി നമുക്ക് ദൈവത്തോട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള മഹാപുരോഹിതനായി സഭയുടെ കാന്തനായി തീർന്ന ക്രിസ്തു താൻ അനുഭവിച്ച കഷ്ടതയിലൂടെ അവൻ ഈ മനുഷ്യരാശിയുടെ രക്ഷകനെന്ന് തെളിയിച്ചു. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഇന്ന് നാം നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. എൻ്റെയും ജീവിതത്തിൽ ഈ മഹാവലിയ ഭാഗ്യം കർത്താവായ യേശുക്രിസ്തു എനിക്ക് തന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു ദാവീദ് പുത്രൻ എനിക്കുണ്ട്. അവൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. എൻ്റെ സാഹചര്യങ്ങളിൽ ആരും അറിയാതെ എൻ്റെ ഹൃദയം വിളിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു ആ യേശുവിൻ്റെ സാന്നിധ്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ എന്നെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിച്ചുകൊണ്ട് നിൽക്കാൻ എനിക്ക് കൃപ നൽകുന്നു.
നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ അപ്പ, ഇന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ ഹിതപ്രകാരം നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്നോട് കൂടെ ജീവിക്കാൻ, നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്നെ അനുഗമിക്കാൻ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരും. ആ നിത്യതയിൽ നിൻ്റെ രാജ്യത്തിൽ നിന്നോടൊപ്പം വാഴുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഒരുക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം.